പുളിയില ചമ്മന്തി എന്ന് കേട്ടിട്ടുണ്ടോ? കിട്ടുവാണ്. അപ്പോൾ അത് അറിയില്ലാത്ത കുറേ പേരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു ജുവൽ ബേബീസ് വേൾഡ്. പഴയ കാലങ്ങളിലുള്ള കറികളൊക്കെ ഇപ്പോൾ ഇങ്ങനെ പ്രിയപ്പെട്ടതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അല്ലേ. എനിക്ക് പണ്ടേ ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇപ്പോൾ പക്ഷേ പലരുടെയും വീട്ടിൽ പുളി മരമൊക്കെ ഇല്ലാത്തത് കൊണ്ട് ഈ പുളിയിലൊക്കെ വെക്കാനായിട്ട് കുറച്ച് ടഫായിരിക്കും. എന്നാലും എവിടുന്നെങ്കിലും കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പുളിയില വെച്ചിട്ടുള്ള മീൻ ചുട്ടെടുത്തത് അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടണമെങ്കിൽ ആ ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് ഒരു സൂപ്പർ റെസിപ്പിയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം, ഇൻഗ്രീഡിയൻസ് എല്ലാം ഉണ്ടെങ്കിൽ. ഇതിൻ്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പുളിയിലയാണ് നമുക്ക് വേണ്ടത്. പിന്നെ വേണ്ടത് കൊഴുവയാണ്. കൊഴുവ അല്ലെങ്കിൽ നത്തോലി എന്നാണ് പല സ്ഥലത്തും അതിൻ്റെ പേര് അല്ലേ. കൊഴുവ നത്തോലി, ഇതാ ഈ മീനാണിത്, കൊഴുവ നത്തോലി. അപ്പോൾ ഇത് വെച്ചിട്ടാണ് പുളിയില ഉണ്ടാക്കുന്നത്. ഈ പല സ്ഥലങ്ങളിലും ഇതിന് പേര് വേറെ പേരുകളുണ്ട് കേട്ടോ. പുളിയില ചുട്ടതെന്ന് പറയും, പുളിയില അട എന്ന് പറയും, പുളിയില ചമ്മന്തി എന്ന് പറയും, പുളിയില മീൻ എന്ന് പറയും. അങ്ങനെ പല സ്ഥലങ്ങളിലും പല പേരാണ് ഇതിന്. ഒരു പ്രാവശ്യമെങ്കിലും കഴിച്ചിട്ടില്ലാത്തവരുണ്ടോ എനിക്കറിയില്ല. എന്തായാലും ഉഗ്രൻ ടേസ്റ്റാണ്. ഇത് മതി നമുക്ക് ചോറുണ്ണാനായിട്ട്, നല്ല ടേസ്റ്റുമാണ്. അത് മാത്രമല്ല നമുക്ക് ഒരു 2-3 ആഴ്ച വരെ ഇത് കേട് കൂടാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ കൂടുതലും മീനൊക്കെ കിട്ടുമ്പോൾ പല സ്ഥലങ്ങളിലും ഈ പുളിയില ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുറേ നാളത്തേക്ക് ഇരുന്നോളും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പുളിയില ചുട്ടതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നത്തോലി അല്ലെങ്കിൽ കൊഴുവയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കൊഴുവ ഇതുപോലത്തെ ഏത് ചെറിയ മീനുകൾ കിട്ടുമ്പോഴും നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ ഇന്നിവിടെ എടുത്തിരിക്കുന്നത് കൊഴുവയാണ്. അപ്പോൾ കൊഴുവ നല്ലതുപോലെ വൃത്തിയാക്കി കഴുകിയെടുത്ത് വെള്ളം കളഞ്ഞ് വെച്ചിരിക്കുന്നതാണിത്. ഞാനിവിടെ ഏകദേശം ഒരു 100 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. 1 കിലോ കൊഴുവ വാങ്ങിയതിൽ നിന്ന് കുറച്ച് 100 ഗ്രാം എടുത്ത് ഇതിനു വേണ്ടി മാറ്റി വെച്ചതാണിത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിന് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പുളിയിലയാണ്. അതും പുളിയുടെ നല്ല ചെറിയ ഇല, അതായത് കിളുന്ത ഇല വേണം നമുക്ക് ഇതിനു വേണ്ടി എടുത്തു വെക്കാനായിട്ട്. പുളിമരത്തിൻ്റെ ഇലയാണ് കേട്ടോ ഇത് അതിൻ്റെ ഏറ്റവും കിളുന്ന ഇലയാണ് എടുത്തിരിക്കുന്നത്. പല സ്ഥലങ്ങളിലും വേറൊരു ഇല കൂടി ഈ പുളിയില ഉണ്ടാക്കാനായിട്ട് എടുക്കും കേട്ടോ. ഈ വഴിയരികിലൊക്കെ നിൽക്കുന്ന ഒരു മഞ്ഞപ്പൂവൊക്കെ ഉണ്ടാകുന്ന ഒരു പുളിയുള്ള ഒരു ഇലയുണ്ട്. അതും നല്ല ഗുണമാണ്. നമ്മുടെ ഈ പുളിമരത്തിൻ്റെ ഇലയുടെ അത്രയും വരില്ല എങ്കിലും അതും നല്ല രുചിയാണ്, ഗുണമുണ്ട്. അത് വെച്ചും നമുക്ക് ഈ പുളിയില ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് പറ്റും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഈ പുളിമരത്തിൻ്റെ ഇലയാണ്. അതിന് നല്ല ഗുണങ്ങളാണ് കേട്ടോ. ഈ ഗുണം മുഴുവൻ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ എന്തായാലും ഈ ഇല നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി നമുക്കിനി അത് അടർത്തി അതിൻ്റെ വേര് കളഞ്ഞ് അടർത്തി എടുക്കാം. പുളിമരത്തിൻ്റെ ഇലയുടെ വേരൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടത് ഇനി കാന്താരിയാണ്. കാന്താരി ഇതിൻ്റെ നല്ല രുചിയാണ്. ഇനി കാന്താരി ഇല്ലാത്തവർ പച്ചമുളക് എടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ കാന്താരി ഉള്ളത് കൊണ്ട് കാന്താരി എടുത്തിട്ടുണ്ട്. ഒരു 10-15 കാന്താരിയെങ്കിലും നമുക്ക് വേണം, നല്ലതാണ് നല്ല രുചി ഉണ്ടാവുക. ഇനി നമുക്കിതെല്ലാം കൂടെ അരച്ചെടുക്കാം. അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ ചെറിയ ബൗളാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് പുളിയില എല്ലാം വൃത്തിയാക്കി എടുത്ത് നമ്മൾ അടർത്തി എടുത്തിരിക്കുന്ന പുളിയില നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പുളിയില നല്ലതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കാന്താരി മുളക് കൂടി ഇട്ട് കൊടുക്കാം. ഇനി മിക്സിയുടെ ബൗളിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം നല്ലതുപോലെ അരച്ചെടുക്കാം. നല്ലതുപോലെ എന്ന് പറഞ്ഞാൽ നല്ല വെണ്ണ പോലെ അരച്ച് കിട്ടണം കേട്ടോ. അപ്പോൾ മിക്സിയുടെ ബൗളിൽ നമുക്ക് മാക്സിമം അരച്ചെടുക്കാം. ഇനി ഇത് ഒന്നുകൂടി കല്ലിൽ അരച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഞാനിവിടെ കല്ലിലൊന്നും അരച്ചെടുക്കുന്നില്ല കേട്ടോ. ഇത് ഒരുവിധം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടെ നല്ല വെണ്ണ പോലെയുള്ളതാണ് അതിൻ്റെ പാകം. അത് നമുക്ക് വേണമെങ്കിൽ കല്ലിൽ ഒന്നും കൂടെ അരച്ചെടുക്കാം എന്ന് മാത്രം. ഇനി നമുക്ക് മീൻ ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുക്കാം കേട്ടോ. ഒരുമിച്ചിട്ടാലും കുഴപ്പമില്ല, എന്നാലും നല്ലതുപോലെ വെന്ത് കിട്ടാനും ഈ പുളിയെല്ലാം ഇതിനകത്ത് പിടിക്കാനും ഏറ്റവും നല്ലത് ഇത് ചെറുതായിട്ടൊന്ന് നുറുക്കുന്നതാണ്. അപ്പോൾ 2ആയിട്ട് നമുക്ക് നുറുക്കിയെടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് ഒരു ബൗളിലേക്ക് എടുക്കാം. അപ്പോൾ മീനിലേക്ക് നമ്മൾ ആദ്യം അരച്ച് വെച്ചിരിക്കുന്നത് എല്ലാം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പുളിയില ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്ത് കുറച്ചും കൂടെ പുളിയില വേണം കേട്ടോ. അതായത് ഇങ്ങനെയൊന്നും കിടന്നാൽ പോരാ, കുറച്ചും കൂടെ കൂടുതൽ പുളിയില വേണം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ കൂടുതൽ പുളിയില എടുത്ത് കുറച്ചും കൂടെ കാന്താരിയും ഉപ്പും എല്ലാം ചേർത്ത് ഒന്നുകൂടി ഒന്ന് അരച്ചെടുത്തു. നമ്മൾ ആദ്യം എടുത്തതിൻ്റെ അത്രയും തന്നെ പുളിയില വീണ്ടും എടുത്തു. ഈ മീനേക്കാൾ കൂടുതൽ പുളിയില വേണം.
അതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ മമ്മിയാണത് പറഞ്ഞു തന്നത് ഇത്ര എടുത്താൽ പോരാന്ന്. അപ്പോൾ ഞാൻ വീണ്ടും നമ്മൾ ആദ്യം എടുത്ത അത്രയും തന്നെ പുളിയിലയും പിന്നെ കാന്താരിയും എല്ലാം എടുത്ത് ഒന്നും കൂടെ അരച്ചെടുത്ത് ഇതിനകത്തേക്ക് ഇട്ടു. ഇപ്പം മിക്സ് ചെയ്തപ്പോൾ അതാ കറക്റ്റ് നല്ല പാകമായി. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഇനി കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർക്കേണ്ടത്. വെളിച്ചെണ്ണ ഞാനിവിടെ 2-2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് വിട്ടു, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതെല്ലാം കൂടെ ഇനി ഒന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പുളിയിലയ്ക്കുള്ള മിക്സ് എല്ലാം റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾക്ക് വേണ്ടത് നല്ലൊരു വാഴയില വേണം. വാഴയിലയിൽ ഈ പുളിയില നിരത്തി വെക്കണം. വാഴയിലയിൽ ഈ പുളിയില ചമ്മന്തി ഇനി നമുക്ക് നല്ലതുപോലെ നിരത്തി പരത്തി വയ്ക്കാം. നമുക്കിനി 2 രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഒന്ന് അടുപ്പിലുണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ സ്റ്റൗവിലുണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ സ്റ്റൗവിലാണ് ഇന്ന് വയ്ക്കുന്നത്. നല്ല ചുവട് കട്ടിയുള്ള പാത്രമല്ലേ, ഇപ്പോൾ ദോശയുടെ കല്ലൊക്കെ നല്ല പണ്ടത്തെ നല്ല കട്ടിയുള്ള ദോശയുടെ കല്ല്, ഇപ്പോഴത്തെ അല്ല കേട്ടോ, അങ്ങനത്തെ നല്ല കട്ടിയുള്ള കല്ലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ നല്ല ചുവട് കട്ടിയുള്ള പാത്രം അല്ലെങ്കിൽ ഉരുളി, ചുവട് കട്ടിയുള്ള പാൻ, ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. ഞാനപ്പോൾ ആദ്യം നല്ല ചുവട് കട്ടിയുള്ള ദോശ ഉണ്ടാക്കുന്ന കല്ലാണ് എടുത്തത്. പക്ഷേ അതിനേക്കാൾ കുറച്ചും കൂടെ കംഫർട്ടബിളായിട്ട് നമ്മുടെ പാനില്ലേ, കുറച്ച് ചുവട് കട്ടിയുള്ള ആ പാനിലേക്ക് പിന്നെ മാറ്റി ഈ പുളിയിലയുടെ 2 വശവും നന്നായിട്ട് മുരിച്ചെടുക്കണം. അതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ ഒരു വശം മുരിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത വശവും കൂടെ മറിച്ചിട്ട് കൊടുത്ത് അതും മുരിച്ചെടുക്കാം. അപ്പോൾ റെഡി ആയി കഴിഞ്ഞു നമ്മുടെ പുളിയില ചുട്ടത്, അല്ലെങ്കിൽ പുളിയില മീൻ, അല്ലെങ്കിൽ പുളിയില അട എന്ന് പറയുന്ന നമ്മുടെ പുളിയില ചമ്മന്തി റെഡി ആയി കഴിഞ്ഞു. നല്ലതുപോലെ മൊരിഞ്ഞ് കരിഞ്ഞു പോകാതെ കിട്ടണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ നല്ല കറക്റ്റ് പാകത്തിന് റെഡി ആയി കഴിഞ്ഞു. ഇതാണ് അതിൻ്റെ ഒരു പാകം. നമുക്ക് ഒടിച്ചെടുക്കാം അതിൽ നിന്ന്. വേകാതെ ഇരിക്കരുത്, മീനെല്ലാം അതിനകത്ത് നല്ലതുപോലെ വെന്ത് കിട്ടും. അപ്പോൾ നമ്മുടെ പുളിയില റെഡി ആയി കഴിഞ്ഞു. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ ടേസ്റ്റ് അപാരമാണ്. വായിൽ കപ്പലോടുമെന്ന് ഞാൻ വെറുതെ ഇട്ടേക്കുന്നതല്ല, നല്ല ടേസ്റ്റാണ്. ഒരു 3 ആഴ്ച വരെ കേടുകൂടാതെ നമുക്കത് എടുക്കാനും പറ്റും. നല്ല ടേസ്റ്റാണ്. ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് അറിയില്ലാത്തവർക്ക് വേണ്ടി ഇതൊന്ന് ഷെയർ ചെയ്യാനും മടിക്കണ്ട കേട്ടോ. ചെറിയ ചാളയൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ തന്നെ നമുക്ക് ഈ പുളിയില കൊഴുവ ഇട്ട് ഉണ്ടാക്കുന്നത് പോലെ തന്നെ പുളിയില നമുക്ക് ചാള വെച്ചും ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഈ റെസിപ്പി ഇഷ്ടമായോ? നല്ല ടേസ്റ്റാണ്. എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ കഴിക്കാതിരിക്കരുത് കേട്ടോ. കാരണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കിക്കോ. പുളിയിലയൊക്കെ കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൽ പോകുമ്പോൾ പുളിയില കിട്ടുവാണെങ്കിൽ അത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. പിന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. നല്ല നല്ല വീഡിയോസും ഒക്കെ ആയിട്ട് ജുവൽ ബേബീസ് വേൾഡിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും വീഡിയോസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഒപ്പം ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ വീണ്ടും നല്ല കിടിലൻ വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ ജുവൽ ബേബി സൈനിങ് ഓഫ്. ബൈ.